ഞൊടിയിട കൊണ്ട് മനസ്സ് മനുഷ്യനെ സ്നേഹത്തിൽ നിന്നും വിദ്വേഷത്തിലേക്കും സൗഹൃദങ്ങളിൽ നിന്നും ശത്രുതയിലേക്കും നയിച്ചേക്കാം. ഇന്ന് സുഹൃത്തായിരുന്ന വ്യക്തികൾ നാളെ നമ്മുടെ ശത്രുവായി മാറാം. അതുപോലെ തന്നെ ഇന്ന് നമ്മെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തികൾ നാളെ നമ്മുടെ ഉറ്റ ചങ്ങാതികളായി മിത്രങ്ങളായി മാറിയേക്കാം. ഒരു സ്ഥിരതയുമില്ലാത്ത ഈ ഒരു മനസ്സാണ് നമ്മെ നയിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. മനസ്സിന് ഏകാഗ്രതയും ശാന്തിയും സമാധാനവും കൈവരിക്കുവാൻ പ്രാർത്ഥനകൾ എപ്പോഴും നമുക്ക് ഉപകരിക്കുന്നതാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്കും അഭിരുചികൾക്കും ആവശ്യങ്ങൾക്കും നേട്ടങ്ങൾക്കും അനുസരിച്ചു മാത്രം ഓരോരുത്തരും ഇന്ന് ബന്ധങ്ങൾ നിലനിർത്തുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് അപരനെ വലിച്ചിഴയ്ക്കുന്നതിന് പകരം അവരുടെ ഇഷ്ടങ്ങളിലെ കൂടി മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം കൂടിച്ചേർന്ന് അവരോടൊപ്പം യാത്ര ചെയ്യുവാൻ കഴിയുക എന്നതാണ് ബന്ധങ്ങളുടെ സൗകുമാരികം നിശ്ചയിക്കുന്നത്. എത്ര ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതിലല്ല, ഓരോ ബന്ധങ്ങളും അത് എത്ര നന്നായി പരിപാലിക്കുന്നു എന്നതിലാണ് ബന്ധങ്ങളുടെ നിലനിൽപ്പ്. ചിലർക്ക് അഭിമാന നിമിഷങ്ങളിലേക്ക് മാത്രമുള്ള ബന്ധങ്ങളാണ് ആവശ്യം. കണ്ടുമുട്ടുന്ന കുറച്ചു നാളത്തെ ജീവിതം പരസ്പരം പ്രയോജനപ്പെടുത്തുവാൻ തീരുമാനിച്ചാൽ എല്ലാ ബന്ധങ്ങളും സ്വാഭാവിക അടിത്തറയും വളർച്ചയും ഉണ്ടാക്കും. നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരങ്ങൾ കൊണ്ടുമാണ് നമ്മെ ഓരോരുത്തരെയും വലിയ മനുഷ്യനാക്കുന്നത്. നല്ല ചിന്തകൾ നല്ല സ്വപ്നങ്ങളിലേക്കും, നല്ല സ്വപ്നങ്ങൾ നല്ല ആഗ്രഹങ്ങളിലേക്കും, നല്ല ആഗ്രഹങ്ങൾ നല്ല പ്രവർത്തികളിലേക്കും, നല്ല പ്രവർത്തികൾ നമ്മെ നന്മയിലേക്കും കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും.